പ്രിയ കുട്ടികളെ, നമ്മളിന്ന് CBSEക്ക് മാത്രം സ്റ്റേറ്റ് സിലബസിൽ ഇല്ലാത്തൊരു പോർഷനാണ് കമ്പനി അക്കൗണ്ട്. അപ്പൊ CBSEക്കും ICSEക്കും ഉണ്ട്. അതുപോലെ തന്നെ BCom 4th സെമിലോട്ട് അപ്പൊ ഓർത്ത് വയ്ക്കാം, CBSEക്കാർക്കുണ്ട്, ICSEയിലെ കുട്ടികളില്ലേ അവർക്കുണ്ട്. ICSE സിലബസിലുണ്ട് BCom 4th സെമിലെ കുട്ടികൾക്ക് കേട്ടോ. BCom 4th സെം ഇപ്പോൾ അവർക്ക് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ അവർക്ക് എക്സാം വരും. 4th സെം അവിടെ ഉള്ളൊരു ചാപ്റ്ററാണ് കമ്പനി അക്കൗണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് കമ്പനി അക്കൗണ്ട് ബുദ്ധിമുട്ടാണ്, അതിന്റെ ക്ലാസ് ഒന്നും ഇടുമെന്ന് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ഇട്ടത് കൊണ്ടാണ് കമ്പനി അക്കൗണ്ട് എടുക്കാൻ ഓർത്തത്. കമ്പനി അക്കൗണ്ട് നമുക്കൊരു റൂട്ടീനില്ല, ഡെയിലി എടുത്ത് പോകണം, എങ്കിലേ നമുക്ക് കമ്പനി അക്കൗണ്ട് മനസ്സിലാകുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ ഞാൻ നിങ്ങളോട് പറയാണ്, കമ്പനിയുടെ എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോ വീഡിയോയും നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമായി, നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കമ്പനി മീൻസ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഒരു കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അവരുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ വേണം. അതിനവർ ചെയ്യുന്നത് പബ്ലിക്കിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യലാണ് അവർ ചെയ്യുന്നത്. പബ്ലിക്കിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് ഈ ഷെയറുകളിൽ നിന്നും പണം തികയാതെ വരുന്ന കേസിലാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് കമ്പനിയുടെ ഷെയറിനെ കുറിച്ചാണ്. ഈ ഷെയർ കഴിഞ്ഞ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഡിബഞ്ചർ. അപ്പൊ ഷെയറില് കമ്പനി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക്കിൽ നിന്നും പണം കിട്ടലാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എൻട്രി മുതൽ മക്കൾ പഠിച്ചു പോകണം. ഫസ്റ്റ് എൻട്രി അതായത് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യലാണ് ഫസ്റ്റ് ആയിട്ട് കമ്പനി ചെയ്യുന്നത്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് പണം കിട്ടാണ്. അപ്പൊ കമ്പനി അവരുടെ ബുക്കിൽ എൻട്രി എഴുതും, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. ഇതാണ് കമ്പനിയുടെ ബുക്കിൽ കമ്പനി എഴുതുന്ന ഫസ്റ്റ് എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. അപ്പൊ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവം, ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു 50 lakhs rupees കൊണ്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് 50 lakhs rupees കൊണ്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 100 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര ഷെയർ ഉണ്ടെന്ന് അറിയാൻ കമ്പനിയുടെ ഫേസ് വാല്യൂവിനെ, കമ്പനിയുടെ ക്യാപിറ്റലിനെ ഫേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കമ്പനിയുടെ ഷെയർ കിട്ടും. അപ്പൊ 50,000 ഷെയർ ആണ് കമ്പനിക്ക് ഉള്ളത്. ഈ 50,000 ഷെയർ കമ്പനിക്ക് ഒരുമിച്ച് വേണമെങ്കിൽ കമ്പനിക്ക് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാം. അതല്ലെങ്കിൽ കമ്പനിക്ക് ക്യാപിറ്റൽ പൈസക്ക് ആവശ്യം വരുമ്പോൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വച്ചിട്ട് വേണമെങ്കിൽ ഇപ്പൊ മൊത്തം ഇഷ്യൂ ചെയ്യാതെ കുറച്ച് ഇഷ്യൂ ചെയ്യാം. അത് കമ്പനി അവരുടെ ഡയറക്ടേഴ്സ് എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യലാണ് കമ്പനി ചെയ്യുന്നത്. കമ്പനിയിലേക്ക് നമ്മൾ ഷെയറിന് അപ്ലൈ ചെയ്താൽ കമ്പനി ആ പൈസ സ്വീകരിച്ചുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. അതിന്റെ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. അപ്പം ഈ ഫേസ് വാല്യൂ നമ്മൾ പറഞ്ഞു 100 rupees ആണെന്ന്. ഇത് ഒരുമിച്ചല്ല കളക്ട് ചെയ്യുന്നത്. ആദ്യം കുറച്ച് എമൗണ്ട് കമ്പനി ആപ്ലിക്കേഷനായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് എമൗണ്ട് അലോട്ട്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട് കളക്ട് ചെയ്യും. പിന്നെ കുറച്ച് എമൗണ്ട് ഫസ്റ്റ് കോള്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് എമൗണ്ട് സെക്കൻഡ് കോള്. അപ്പൊ 50, 70, 80. പിന്നെ ബാക്കി വരുന്നത് ഫൈനൽ കോള്. അങ്ങനെ 3 കോളൊന്നും നിർബന്ധമില്ല. അത് സാധാരണ അങ്ങനെ 3 കോളൊക്കെ വരാറുണ്ട്. ഇങ്ങനെ പല പ്രാവശ്യമായിട്ടാണ് കമ്പനി അവരുടെ ബുക്കിൽ ജേണൽ എൻട്രി പാസ് ചെയ്യുന്നത്. അപ്പൊ ചില കേസിലുണ്ടല്ലോ, കമ്പനി ഇപ്പൊ 50,000 ഷെയറേ കമ്പനിക്ക് ഉള്ളൂ. പക്ഷെ ആപ്ലിക്കേഷൻ കിട്ടിയപ്പോ കമ്പനിക്ക് ഇപ്പോ ഒരു 60,000 ഷെയർസിന് ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് ഓർത്തോ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോ 60,000 into 10 ആയിരിക്കും നമ്മൾ ഇവിടെ കാണിക്കുന്ന എമൗണ്ട്. ഇങ്ങനെ കിട്ടുന്നതിനാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സസ് ആപ്ലിക്കേഷൻ എന്നും പറയാട്ടോ. അതായത് ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷന്റെ പണം കമ്പനിക്ക് കിട്ടിയേക്കാണ്. അപ്പൊ കമ്പനി എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ കിട്ടിയേക്കണ 60,000 into 10 ആണ് ആപ്ലിക്കേഷന്റെ എമൗണ്ട്. അതായിരിക്കും കമ്പനിയുടെ ഫസ്റ്റ് എൻട്രി.
ഇനി ഈ കമ്പനിക്ക് ഒരു ഇതുള്ളത്, കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോ കാണിച്ചേക്കണ എമൗണ്ട് എത്രയാ? 50 lakh ആണ്. ഈ 50 lakh കമ്പനിക്ക് മാക്സിമം കളക്ട് ചെയ്യാവോ? ഇപ്പൊ ഷെയറിന്റെ നമ്പർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 50,000 ഷെയറെ കമ്പനിക്ക് മാക്സിമം കളക്ട് ചെയ്യാവൂ. കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ കമ്പനി അത് റിജക്ട് ചെയ്യണം, റീഫണ്ട് ചെയ്യണം. അതല്ലെങ്കിൽ ആ കൂടുതൽ കിട്ടിയ പൈസ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. 2 മെത്തേഡാണ് കമ്പനിക്കുള്ള കേട്ടോ. എക്സസ് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഐദർ റീഫണ്ടഡ് ഓർ അഡ്ജസ്റ്റഡ് ഓൺ അലോട്ട്മെന്റ്. അലോട്ട്മെന്റിലാണ്, കോഡിലെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 90% അലോട്ട്മെന്റിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യും കൂടുതൽ കിട്ടിയ പണം. അപ്പൊ ഇതിനാണ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഓഫർ ചെയ്തതിനേക്കാളും കൂടുതൽ കിട്ടിയത്. ഇനി 50,000 ഷെയർ ഇഷ്യൂ ചെയ്ത കമ്പനിക്ക് ഇപ്പൊ 40,000 ഷെയറിന് ആപ്ലിക്കേഷൻ കിട്ടുള്ളൂ എന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ഇവിടെ 40,000 കാണിക്കാവൂ കേട്ടോ. വിച്ച് എവർ ഈസ് ലോവർ, കുറവുള്ള നമ്പർ ആണ് എപ്പോഴും നമ്മൾ ഇവിടെ. നമുക്ക് 40,000 കിട്ടുകയാണെങ്കിൽ 40,000 നമ്മൾ അവിടെ കാണിക്കാവൂ. നമുക്ക് 50,000 ആപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ല. ഇവിടെ 60,000 കിട്ടിയതുകൊണ്ട് നമ്മൾ 60,000 × 10 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കമ്പനി നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് എക്സസ് ആപ്ലിക്കേഷൻ മണി റീഫണ്ടഡ് എന്നാണ്. കൂടുതൽ കിട്ടിയ പൈസ തിരിച്ചു കൊടുത്തു എന്ന്. തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് എൻട്രി ആയിട്ടുണ്ടല്ലോ, ഈ എൻട്രിയുടെ ഓപ്പോസിറ്റ് എൻട്രി എഴുതണം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിരിക്കുന്ന 10,000, കൂടുതലുള്ളത് 10,000 ആണ്. അതാണ് തിരിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന എൻട്രി സെക്കൻഡ് എൻട്രി ആയിട്ട് എഴുതി. തേർഡ് എൻട്രി ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ആയിട്ട് കിട്ടുന്ന പണം കമ്പനി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ തേർഡ് എൻട്രി ആയിട്ട് കമ്പനി അവരുടെ ബുക്കിൽ എഴുതും ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴും ഏതായിരിക്കണം? വിച്ച് എവർ ഈസ് ലോവർ. അതായത് ഓഫർ ചെയ്ത 50,000 ആണോ കുറവ്, റിസീവ് ചെയ്ത 60,000 ആണോ കുറവ്? റിസീവ് ചെയ്ത 60,000 കൂടുതലല്ലേ? കുറവ് ഏതാ? ഓഫർ ചെയ്ത പബ്ലിക്കിന് ഓഫർ ചെയ്ത 50,000 ആണ്. അപ്പൊ കുറവുള്ള നമ്പറാണ് നമ്മൾ എപ്പോഴും ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് കൂടുതൽ കിട്ടിയെന്നുണ്ടെങ്കിൽ ആ എക്സസിന്റെ നമ്പർ ഓൺലി ദ ഫസ്റ്റ് എൻട്രി, ഈ ഒരു ഫസ്റ്റ് എൻട്രിയിൽ മാത്രമേ അത് വരുള്ളൂ കേട്ടോ. നമ്മളിനി ബാലൻസ് ഷീറ്റും നോട്ട് ടു അക്കൗണ്ട്സ് ഒക്കെ പഠിക്കും. അവിടെ ഒന്നും നമുക്ക് 60,000 വരില്ല. ആകെ കൂടി ഫസ്റ്റ് എൻട്രിയിൽ മാത്രമേ കൂടുതൽ കിട്ടിയ നമ്പർ വരുള്ളൂ. ബാക്കിയെല്ലാം 50,000 ആയിരിക്കും. ഇപ്പൊ കിട്ടിയ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി കമ്പനി ചെയ്യുന്നത് അലോട്ട്മെന്റ് എന്നും പറഞ്ഞുള്ള എമൗണ്ട്, ഈ എമൗണ്ട് ചോദിക്കലാണ്. അതിന് ഡ്യൂ ചെയ്യുക എന്ന് പറയും. ആദ്യം പബ്ലിക്കിനെ അറിയിക്കും, ഇൻഫോം ചെയ്യും. അതിനാണ് ഡ്യൂ ചെയ്യാന്ന് പറഞ്ഞത്. നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ വിതിൻ 14 days നമ്മൾ ആ പൈസ കൊടുക്കും. അപ്പൊ പബ്ലിക്കിനെ അറിയിക്കലാണ് കമ്പനി പിന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കമ്പനിയിലേക്ക് ഷെയറിന് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കമ്പനി ഷെയർ തന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ലെറ്റർ അയക്കും, ലെറ്റർ ഓഫ് അലോട്ട്മെന്റ്, അലോട്ട്മെന്റിന്റെ പൈസ വേണം എന്ന് നമ്മളെ അറിയിക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കമ്പനി അവരുടെ ബുക്കിൽ എൻട്രി എഴുതുന്നത് അലോട്ട്മെന്റ് ഡ്യൂ ചെയ്യണ എൻട്രിയാണ്. അലോട്ട്മെന്റ് ഡ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക്കിനെ അലോട്ട്മെന്റിന്റെ പൈസ വേണം എന്ന് അറിയിക്കുന്നതാണ്. അപ്പൊ കമ്പനി അവരുടെ ബുക്കിൽ എൻട്രി എഴുതും ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇതിനൊക്കെ നമ്മൾ ബ്രാക്കറ്റിൽ, ഈ കമ്പനിയുടെ പ്രത്യേകത, നമ്മൾ ബ്രാക്കറ്റിൽ എപ്പോഴും എമൗണ്ട് എഴുതണം. അതാണ് അതിന്റെ പ്രത്യേകത. അത് മിക്ക കുട്ടികളോടും പറഞ്ഞാലും മിക്ക കുട്ടികൾ അത് ചെയ്യില്ല. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാലും ആ ടീച്ചേഴ്സ് പേപ്പർ നോക്കുമ്പോൾ അത് കണ്ണടച്ച് കളയും. ഞാനൊക്കെ പേപ്പർ വാല്യൂഷനൊക്കെ പോയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് പറയാണ്. അപ്പൊ നിങ്ങൾ ബ്രാക്കറ്റിൽ ആ നമ്പർ കാണിക്കാൻ മറക്കരുത്. ഇനി അടുത്തത്, ഈ അലോട്ട്മെന്റ് ഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്താ? കമ്പനിക്ക് 14 ദിവസത്തിനുള്ളിൽ പൈസ കിട്ടും. നമ്മളൊക്കെ വേഗം വേഗം പൈസ കൊടുക്കും. ആ പൈസ സ്വീകരിക്കില്ല, അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യലാണ് അടുത്തത്. അപ്പൊ അലോട്ട്മെന്റ് റിസീവ് ചെയ്യുന്ന കേസിലെ എൻട്രി എഴുതും ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. എന്നിട്ട് ഇവിടെ കാണിക്കും 50,000 × 20 അലോട്ട്മെന്റിന്റെ എമൗണ്ട് കിട്ടുന്നതായിട്ട് അവിടെ കാണിക്കും. അടുത്തത് ഫസ്റ്റ് കോൾ ആണ്. അപ്പൊ കമ്പനി ഫസ്റ്റ് കോൾ ഡ്യൂ ചെയ്യാണ്. ഫസ്റ്റ് കോൾ ഡ്യൂ ചെയ്യുക എന്ന് പറഞ്ഞ എന്താ? പബ്ലിക്കിനെ അറിയിക്കുകയാണ്. പബ്ലിക്കിനെ അറിയിച്ചു കഴിയുമ്പോൾ അവരവരുടെ ബുക്കിൽ എൻട്രി ചെയ്തും, കമ്പനി അവരുടെ ബുക്കിൽ എൻട്രി ചെയ്തും ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ
ടു ഷെയർ ക്യാപിറ്റൽ. ഇതാണ് ഡ്യൂ ചെയ്യുന്ന കേസിൽ നമ്മൾ ജേണൽ എൻട്രി കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോ എടുത്ത എക്സാമ്പിളിന് 50,000 ഷെയർ ആണ് ഉള്ളത്. ആ 50,000 ഇൻറ്റു 30 അതാണ് ഫസ്റ്റ് കോളിന്റെ എമൗണ്ട്. ഇനി ഫസ്റ്റ് കോള് ഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേഗം പൈസ കൊടുക്കും, കമ്പനിക്ക് ആ എമൗണ്ട് കിട്ടും. അപ്പൊ ഫസ്റ്റ് കോള് റിസീവ് ചെയ്യുമ്പോൾ വീണ്ടും കമ്പനി അവരുടെ ബുക്കിൽ എൻട്രി എഴുതും, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞ് എൻട്രി എഴുതും. എമൗണ്ട് കിട്ടുന്നത് എപ്പോഴും ബ്രാക്കറ്റിൽ കാണിക്കാം. നരേഷനും കമ്പനി അക്കൗണ്ടിനും മസ്റ്റാണ്. നരേഷൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, നമ്മൾ ആ കേസ് അതുപോലെ തന്നെ നരേഷനിൽ കാണിച്ചാൽ മതി. ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് ഓൺ 15,000 ഷെയർസ് അറ്റ് ദി റേറ്റ് ഓഫ് ₹30 എന്ന് കാണിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ കമ്പനി അടുത്തത് എന്താ ചെയ്യുന്നത്? സെക്കൻഡ് കോള് ഡ്യൂ ചെയ്യും. അപ്പൊ സെക്കൻഡ് കോള് ഡ്യൂ ചെയ്യുന്ന കേസിലാ കമ്പനി അവരുടെ ബുക്കിൽ എൻട്രി എഴുതും. എന്തായിരിക്കും എഴുതുന്നത്? സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇതാണ് കമ്പനി അവരുടെ ബുക്കിൽ എൻട്രി എഴുതുന്നത്. അപ്പൊ അവരുടെ ബുക്കിൽ കമ്പനി എൻട്രി എഴുതും 50,000 ഇൻറ്റു സെക്കൻഡ് കോള് 20 ആണ്. അപ്പൊ അവര് 20 എഴുതും. സെക്കൻഡ് കോൾ ഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എൻട്രി വരുന്നത് സെക്കൻഡ് കോൾ റിസീവ് ചെയ്യലാണ്. അപ്പൊ സെക്കൻഡ് കോൾ റിസീവ് ചെയ്യുമ്പോൾ കമ്പനി അവരുടെ ബുക്കിൽ എൻട്രി എഴുതും, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെക്കൻഡ് കോൾ ഷെയർ സെക്കൻഡ് കോൾ എന്ന് പറഞ്ഞുകൊണ്ട് 50,000 ഇൻറ്റു 20 എഴുതും. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഫൈനൽ കോൾ ഡ്യൂ ചെയ്യും. അപ്പൊ നമ്മൾ സെക്കൻഡ് കോൾ ഡ്യൂ ചെയ്ത പോലെ തന്നെ നമ്മൾ എൻട്രി എഴുതും, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അത് കഴിഞ്ഞാൽ ഫൈനൽ കോൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി ചെയ്തും, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫൈനൽ കോൾ. ഇതാണ് കമ്പനിയുടെ നോർമൽ ആയിട്ടുള്ള ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രി മക്കൾ നല്ലതുപോലെ പഠിച്ചാലേ ഇനി നമുക്ക് കുറെ സംഭവങ്ങൾ കമ്പനിയിൽ മനസ്സിലാക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് എക്സസ് വന്നു, നമ്മൾ റീഫണ്ട് ചെയ്തു, പിന്നെ ബാക്കിയെല്ലാം എക്സസ് ഉണ്ടെങ്കിൽ ഈ എൻട്രി ഉള്ളൂ എന്ന് ഓർത്ത് വെക്കാട്ടോ. എക്സസ് റീഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ എൻട്രി നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ ആ എൻട്രി വരുന്നില്ല. ഇനി ചില കമ്പനികൾ എന്ത് ചെയ്യുന്നറിയോ? ഇപ്പൊ 50,000 ഷെയർ ഉള്ള കമ്പനിക്ക് 60,000 ആപ്ലിക്കേഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ ചില കമ്പനികൾ അവസാനം വന്ന 10,000 പേരെ അങ്ങോട്ട് റിജക്ട് ചെയ്തു. അപ്പോഴാണ് റീഫണ്ട് ചെയ്യുന്ന എൻട്രി നമ്മൾ കൊടുക്കുന്നത്. ലാസ്റ്റ് ആപ്ലിക്കൻസിന് അവർക്ക് ഷെയർ കൊടുക്കാൻ താല്പര്യം ഉണ്ടായില്ല. അപ്പൊ അവര് ലാസ്റ്റ് കിട്ടിയ ആ 10,000 റുപ്പീസിന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തപ്പോഴാണ് നമ്മൾ ഈ എൻട്രി എഴുതുന്നത്. ചില കമ്പനികള് അവരുടെ കമ്പനിയിലേക്ക് ആരൊക്കെ ഷെയറിന് അപ്ലൈ ചെയ്തോ എല്ലാവർക്കും അവർ ഷെയർ കൊടുക്കും. പക്ഷെ എല്ലാവർക്കും ഷെയർ കൊടുക്കാൻ അവരുടെ കയ്യിൽ ഇല്ലല്ലോ. കാരണം 50,000 ഷെയർ ഉള്ള കമ്പനിയിലേക്ക് 60,000 പേരുടെ അപേക്ഷ കിട്ടിയേക്കല്ലേ. 50,000 ഷെയറേ കമ്പനിക്ക് ഉള്ളൂ, പക്ഷെ ആപ്ലിക്കേഷൻ കിട്ടിയേക്കുന്നത് 60,000 ഷെയറിനാണ്. അപ്പൊ എങ്ങനെയാ കമ്പനി എല്ലാവർക്കും ഷെയർ കൊടുക്കാം? ആ കേസിലാണ് മക്കളെ പ്രോറേറ്റയാണ് കുട്ടികൾക്ക് എപ്പോഴും ഡൗട്ട് വരുന്നത്. അത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തു പോകാമോ? ഓരോരോ പ്രോബ്ലങ്ങളിൽ നിങ്ങൾക്ക് ഞാനത് നല്ല ഭംഗിയായിട്ട് വ്യക്തമാക്കി തരാം. ഇപ്പൊ ഓർത്ത് വെക്കാം, പ്രോറേറ്റ നമ്മൾ കാണുമ്പോൾ എപ്പോഴും കുട്ടികൾക്ക് ഡൗട്ട് വരുന്നതാണ്. ഒരു കോള് വന്നതുകൊണ്ട് വീഡിയോ കട്ടായി. അപ്പൊ നമ്മൾ പ്രോറേറ്റയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പ്രോറേറ്റ എങ്ങനെയാ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. റിസീവ് ചെയ്യുന്ന നമ്പർ നമ്മൾ താഴെ കൊടുക്കണം. കമ്പനി ഓഫർ ചെയ്തതാണ് മോളിൽ കൊടുക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പ്രോറേറ്റ കണ്ടുപിടിക്കണം. ആ പ്രോറേറ്റ കിട്ടിക്കഴിഞ്ഞാൽ പ്രോറേറ്റയിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സസിന്റെ എമൗണ്ട് നമ്മൾ അലോട്ട്മെന്റ് ഡ്യൂ ചെയ്ത എമൗണ്ടിൽ നിന്നും, അലോട്ട്മെന്റ് ഡ്യൂ ചെയ്ത എമൗണ്ട് നോക്കി 50,000 ഇൻറ്റു 20 10 lakh ആണ് ഡ്യൂ ചെയ്തേക്കണത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? റിസീവ് ചെയ്യുന്ന എൻട്രി എഴുതുമ്പോൾ ഈ എക്സസ് കിട്ടിയ എമൗണ്ട്, അതായത് കൂടുതൽ കിട്ടിയേക്കുന്ന 10,000 ഇൻറ്റു 10 1 lakh റുപ്പീസ് മൈനസ് ചെയ്ത് കാണിക്കും. ഇത് വ്യക്തമായിട്ട് നമ്മൾ ഇതിന്റെ ഓരോ പ്രോബ്ലം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് എല്ലാ കണക്കുകളും നിങ്ങൾക്ക് കിട്ടുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ ഫെബ്രുവരി 24 വരുന്ന അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് കമ്പനി അക്കൗണ്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ.